ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും രണ്ട് പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞോ? നോട്ട്സ് എല്ലാം എഴുതിയോ? മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾക്കിന്ന് പുതിയൊരു കാവ്യഭാഗമാണ്. കാവ്യഭാഗത്തിലേക്ക് കിടക്കാം. നമ്മൾ ചെറുശ്ശേരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെറുശ്ശേരിയെ പറ്റി ഒന്ന് പറയുന്നത് അദ്ദേഹം ആരായിരുന്നു? ചെറുശ്ശേരി നമുക്ക് അതിന് മുമ്പ് നമ്മുടെ പാഠം കിട്ടി. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ പാഠമാണ് വേണുഗാനം. വേണുഗാനം എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്. ഒരു ഓടക്കുഴൽ നാദത്തിനെ പറ്റിയാണ് വേണുഗാനം. ഓടക്കുഴൽ അറിയില്ലല്ലോ നമ്മുടെ. ആരുടെ കയ്യിലാണോ എപ്പോഴും ഓടക്കുഴൽ ഇരിക്കുന്നത്? ആരുടെ കയ്യിലാണ് ഓടക്കുഴൽ? നമ്മുടെ ശ്രീകൃഷ്ണന്റെ കയ്യിലാണ് എപ്പോഴും ഓടക്കുഴൽ ഉള്ളത്. ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലുണ്ട് എപ്പോഴും. ഇല്ല, നമ്മുടെ എല്ലാ ഫോട്ടോയ്ക്കകത്തും കൃഷ്ണനായിട്ട് സംബന്ധിക്കുന്ന എല്ലാ ഫോട്ടോയിലും ഓടക്കുഴൽ കാണത്തില്ല അദ്ദേഹത്തിന്റെ കയ്യില്. ഉണ്ണിക്കണ്ണനായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഓടക്കുഴലുണ്ട്. ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുളം തണ്ടാണ്. മുളയുടെ ഒരു കമ്പ് അല്ലെങ്കിൽ ഈറയുടെ ആ ഒരു കമ്പ്. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് സുഷിരങ്ങളുണ്ട്. ആ സുഷിരത്തിലൂടെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പാട്ട് പാടുവാണ്. അതാണ് ഓടക്കുഴൽക്കാരൻ. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളത്. അപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണന്റെ കാര്യമാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണന്റെ ആ ഒരു വേണുഗാനം നമ്മൾക്ക് പഠിക്കാനുള്ളത്. വേണുഗാനം നോക്കിയാൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം വേണുഗാനം. അത് എഴുതിയതാണ് നമ്മുടെ ചെറുശ്ശേരി. അപ്പോൾ ചെറുശ്ശേരിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് കേട്ടത്? നമുക്ക് നേരത്തെ വേറെ ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ്സുകളിൽ എന്താണ് നമുക്ക് ചെറുശ്ശേരിയുടെ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാവ്യഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞേ. അദ്ദേഹം കൂടുതലായിട്ടും എന്താണ് നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഉണ്ണിക്കണ്ണനായിരിക്കും മുതലുള്ള ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളാണ് അദ്ദേഹത്തിന്റെ കാവ്യമായിട്ട് കൂടുതലും എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എന്താണ് നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു കഥ പറഞ്ഞു തരികയാണെങ്കിൽ, കോലത്ത് നാട്ടു രാജാവുണ്ടായിരുന്നു, ഉദയവർമ്മ രാജാവ്. കോലത്ത് നാട്ടിലെ നാടുവാഴിയാണ് ഉദയവർമ്മ. അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രമുഖ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ചെറുശ്ശേരി. കോലത്ത് രാജാവിന്റെ, ഉദയവർമ്മ രാജാവിന്റെ സദസ്സിലെ. അപ്പോഴെന്താണ്, അദ്ദേഹം ഒരുപാട് പണ്ഡിതനാണ്, ശ്രേഷ്ഠനാണ്, ഒരുപാട് കാവ്യങ്ങൾ എഴുതുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ കൊട്ടാരത്തിലാണ് അദ്ദേഹം എപ്പോഴും കൊട്ടാരത്തിലെ അന്തേവാസിയാണ്. അപ്പോൾ അദ്ദേഹം രാജാവുമായിട്ട് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചതുരംഗം നമ്മുടെ ചെസ് ബോർഡൊക്കെ അല്ലേ ഇപ്പോഴത്തെ ചെസ് ബോർഡ്, അതുപോലെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ആ സമയത്ത് അദ്ദേഹം രാജാവിനെ തോൽപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ചെറുശ്ശേരി രാജാവിനെ തോൽപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ രാജാവിനെ തോൽപ്പിക്കാൻ പോകുന്ന സമയത്ത് എന്താണ്, രാജാവിന്റെ ഭാര്യ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി തുടക്കം കിടത്തി. പയ്യെ വന്ന് എന്ത് ചെയ്യുന്നു, ആ ചതുരംഗം കളിക്കുന്ന കളത്തിലേക്ക് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴത്തേന് എന്താണ്, രാജാവ് തോൽക്കാൻ പോവുകയാണ്, ചെറുശ്ശേരി വിജയിക്കാൻ പോവുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? ആ സമയത്ത് എങ്ങനെയാണ്, കുഞ്ഞിനെ താരാട്ട് പാടുമല്ലേ. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളായി ഇടയ്ക്ക് കളി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റില്ല, അത് തെറ്റാണ്. അപ്പോഴെന്താണ്, ഈ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന രീതിയിൽ പറഞ്ഞു എന്താണ് പറഞ്ഞിട്ടുള്ളത്? വന്നിട്ട് എന്താണ്, ആളിനെ മുന്താനാണ് പറഞ്ഞു കൊടുത്തത്. ആളിനെ മുന്താനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോഴത്തേക്ക് എന്താണ്, രാജാവ് ആളിനെ മുന്തുകയും രാജാവ് ജയിക്കുകയും ചെയ്തു അല്ലേ. അതാണ് കഥ. അപ്പോഴെന്താണ്, ആ ഒരു പാട്ടിന്റെ ട്യൂണിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് രാജാവിന്. അപ്പൊ രാജാവിന് ഈ ഒരു ട്യൂൺ ഇഷ്ടപ്പെട്ടു, ആ ഒരു പാട്ട് ഇഷ്ടം. അപ്പോഴത്തേക്ക് അദ്ദേഹം ചെറുശ്ശേരിയോട് പറയുകയാണ്, ഈ ഒരു ഈണത്തിൽ ഒരു കാവ്യം രചിക്കണം. ആ ഒരു ഈണത്തിൽ, അതാണ് ഈ ഒരു ആ ഒരു ഈണത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ ഈണമാണ്. വഞ്ചിപ്പാട്ടിനാണ് ഇവിടെ കാവടി വൃത്തമൊക്കെ ആ രീതിയിലാണ് വരുന്നത്. അപ്പോഴാ ഒരു ഈണത്തിലുള്ള കാവ്യം. അപ്പോഴത്തേനും അദ്ദേഹം ചെറുശ്ശേരി രചിച്ചതാണ് ഈ കൃഷ്ണഗാഥ. അതായത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഈ കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെ ജനിച്ചത്? ശ്രീകൃഷ്ണന്റെ അമ്മയെ ഒരു കാരാഗ്രഹത്തിനകത്ത് അടച്ചിരിക്കുകയല്ലായിരുന്നോ? അത് അടച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അമ്മാവൻ കൃഷ്ണൻ ജനിക്കുന്നത് അമ്മാവന്റെ ആയുസ്സിന് കേടാണ്, അമ്മാവനെ വധിക്കാനാണ് എന്ന് ഒരു അശരീരി ഉണ്ടാവുക. അതൊക്കെ കഥകൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്.
ശ്രീകൃഷ്ണന്റെ അമ്മയെ ആ ഒരു പ്രസവ സമയത്ത് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകൃഷ്ണൻ ജനിക്കുന്ന ആ ഒരു സമയത്ത് ശ്രീകൃഷ്ണനെ അവിടെ നിന്ന് ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്ന് അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ട് പോവുകയാണ് ശ്രീകൃഷ്ണന്റെ അച്ഛൻ. പകരം ദേവി വന്ന് അവിടെ കുഞ്ഞായിട്ട് ആ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോഴദ്ദേഹത്തിനെ പിന്നെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഗോകുലത്തിൽ കൊണ്ടുവന്നാണ് വളർത്തുന്നത്. ഗോകുലത്തിൽ കൊണ്ടുവന്നാണ് ശ്രീകൃഷ്ണനെ വളർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജനനം മുതൽ സ്വർഗാരോപണം എന്ന് പറയുന്നത് എന്താണോ? സ്വർഗാരോപണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ മരിച്ചു പോകുക എന്നാണ് പറയുന്നത്. സ്വർഗാരോപണം എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലേ, ശ്രീകൃഷ്ണൻ ഭഗവാനല്ലേ, ഭഗവാനായതുകൊണ്ട് അദ്ദേഹം മരിച്ചു പോകുക എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന് സ്വർഗാരോപണം ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കഥകളാണ് ഈ കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണഗാഥ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ചെറുശ്ശേരി ആയിരുന്നു നോക്കാം. അപ്പൊ ചെറുശ്ശേരിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞ 3 പേരുണ്ട്. പ്രാചീന കവിത്രയങ്ങൾ എത്ര പേരാ? ത്രയം 3. പ്രാചീന കവിത്രയങ്ങൾ 3 പേരുണ്ട്. ആധുനിക കവിത്രയവും ഉണ്ട്. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് പ്രാചീന കവിത്രയത്തെ പറ്റിയാണ്. ഇവിടെ പ്രാചീന കവിത്രയത്തിനകത്ത് നോക്കിയായിരിക്കാണ് ചെറുശ്ശേരി ഉണ്ട്, എഴുത്തച്ഛനുണ്ട്, കുഞ്ചൻ നമ്പ്യാരുണ്ട്. ഇവിടെ ആ 3 പേരായിരിക്കാണ് പ്രാചീന കവിത്രയത്തിൽ 3 പേരായിരിക്കാണ് പറഞ്ഞേ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഈ പ്രാചീന കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പുറമോട്ടുള്ള കാലമാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പുറമേയുള്ള പ്രാചീനം പഴയതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഈ ചെറുശ്ശേരി ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെട്ട കാലഘട്ടം നോക്കിക്കേ 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുകയാണ്. ഈ നമ്മുടെ പ്രാചീന കവിതകൾ 3 പേരും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല. ഈ വർഷം മുതൽ ഇന്ന വർഷം വരെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അങ്ങനെയുള്ള തെളിവുകളൊന്നും നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവർ ജനിച്ച വർഷവും മരിച്ച വർഷവും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുശ്ശേരി ജീവിച്ചിരുന്ന വർഷം എന്ന് വെച്ചാൽ 15ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ചെറുശ്ശേരി ജീവിച്ചിരുന്നത് കരുതപ്പെടുന്ന വർഷം. ആ 15ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ, 1375-നും 1475-നും ഇടയ്ക്കാണ്. മനസ്സിലായോ? ആ ഒരു സമയത്തെയാണ് 15ാം നൂറ്റാണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വർഷം 1375-നും 1475-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ചെറുശ്ശേരി, അതായത് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. ചെറുശ്ശേരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണോ എന്ന് അറിയില്ല. നമ്മൾ ചെറുശ്ശേരി നമ്പൂതിരി എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ തറവാട്, അദ്ദേഹത്തിന്റെ ഇല്ലത്തിന്റെ പേരും ചെറുശ്ശേരി ഇല്ലം എന്നായിരുന്നു. ചെറുശ്ശേരി ഇല്ലം കേട്ടോ. ആ ഇല്ലം എന്ന് വെച്ചാൽ ഈ ഒരു 17ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ഈ ഒരു ഇല്ലത്തെ പറ്റി പിന്നെ നമുക്ക് കൂടുതലായിട്ട് അറിവില്ല. അത് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടിപ്പു സുൽത്താൻ നമ്മളിവിടെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ടിപ്പുവിന്റെ സമയത്ത് ഒരുപാട് നമ്പൂതിരിമാർ ഇവിടുന്ന് പാലായനം നടത്തി പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. മൈസൂരിലേക്കൊക്കെയാണ് ഇവിടുന്ന് അവരുടെ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ആളുകൾ മാത്രമായിട്ട് പാലായനം നടത്തി പോയി, ജീവൻ രക്ഷാർത്ഥം രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കൂട്ടത്തിൽ ഒരുമിച്ച് പോയതായിരിക്കാം ഈ ചെറുശ്ശേരി ഇല്ലത്തെ ആളുകൾക്കുള്ളൊരു സങ്കല്പം ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ചെറുശ്ശേരി നമ്പൂതിരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏതാണ്? 15ാം നൂറ്റാണ്ട്. ആ 15ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 1375 മുതൽ 1475 ഇടയ്ക്കുള്ള കാലഘട്ടം. ഓക്കെ, അപ്പോൾ ചെറുശ്ശേരിയെ പറ്റി മനസ്സിലായല്ലോ ഏകദേശം കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിന്റെ കവിതാ രീതി എന്ന് പറയുമ്പോൾ എന്താണ്? ഇദ്ദേഹത്തിന്റെ കവിതകൾ പ്രത്യേകത വെച്ചാൽ ഒരുപാട് ഭക്തി ഉണ്ടോ. ഇത് തന്നെയുണ്ട്, നമ്മൾ ശ്രീകൃഷ്ണനോടുള്ള ഒരു ഭക്തിയും ആ ഒരു സ്നേഹവും ഒക്കെ ഉള്ളതാണ്. ഭക്തി ഉണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ ശക്തി, ആ ഒരു ശക്തി, ആ ഒരു സൗന്ദര്യം ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ചെറുശ്ശേരിയുടെ കവിതകൾ. ആ ഒരു ഭക്തിക്കും ആ ഒരു ശക്തിക്കും സൗന്ദര്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയിരിക്കുന്നതാണ് കൃഷ്ണഗാഥ. പിന്നീടാണ് പറയുന്നത് എന്താണ് നമ്മുടെ കൃഷ്ണഗാഥയെ പറ്റി നല്ല മലയാളത്തിലുള്ള ഒരു കവിതയാണ്. മലയാളത്തിൽ പൊതുവെ ആ ഒരു കാലഘട്ടത്തിൽ വെച്ചാൽ എല്ലാ
അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെയായിരുന്നു കൂടുതലും. പണ്ഡിതന്മാർ നല്ല അറിവുള്ള സംസ്കൃതത്തിലും തമിഴ് ഭാഷയിലും. നമ്മുടെ മലയാളത്തിന്റെ പൂർവ്വ ഭാഷ എന്ന് പറയുന്ന തമിഴൊക്കെയാണെന്ന് പറയും. അങ്ങനെയുണ്ട്. നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങൾ അതൊന്നും പഠിക്കാറായില്ല, എന്നാലും ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മലയാളത്തിന്റെ ആദ്യ ഭാഷകൾ തമിഴുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കും. തമിഴിൽ നിന്നാണ് മലയാളം ഉരുത്തിരിഞ്ഞ് വന്നതെന്നൊക്കെ ഉണ്ട്. നമുക്കത് പഠിക്കാൻ കുറച്ചുകൂടെ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ് ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അപ്പോഴത്തേന് അന്നുള്ള ആ ഒരു പണ്ഡിതന്മാരുടെ കാലഘട്ടമായിരുന്നല്ലോ ഈ 14-15 നൂറ്റാണ്ടുകൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലും സംസ്കൃതത്തിലായിരിക്കും കവിതകൾ എഴുതുന്നത്. സംസ്കൃതവും തമിഴും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കവികളുടെയും കവിതകൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് മറ്റ് ഭാഷകളായിരിക്കും. സംസ്കൃതമൊക്കെ കടുകട്ടിയായിട്ടുള്ള ഭാഷകളായിരുന്നു കാണാറുള്ളത്. പക്ഷേ നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരിയാണെങ്കിലോ നല്ല മനോഹരമായ ലാളിത്യമുള്ള മലയാള ഭാഷ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും അദ്ദേഹത്തെ അത് വ്യത്യസ്തനാക്കിയിരുന്നു. നല്ല ലാളിത്യമുള്ള മലയാളത്തിൽ, നല്ല നന്നായിട്ടുള്ള മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. ഇനി നമുക്ക് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുന്നത് എന്താണ്? ഭക്തിയും സൗന്ദര്യവും സ്നേഹവും ശക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരിയുടെ കവിതകളിൽ പ്രധാനം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഇത് കൃഷ്ണഗാഥ. അപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിയെ പറ്റി മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ അദ്ദേഹത്തെ പറ്റി. പിന്നീട് നമ്മുടെ പ്രാചീന കവിതയിൽ വേറെ ഒരാളുണ്ട്, എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെയാണ്. നമ്മുടെ രാമായണം, നമ്മുടെ അധ്യാത്മ രാമായണം അദ്ദേഹത്തിന്റെ കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടെന്ന് മാത്രമല്ല 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നത്. മനസ്സിലായപ്പോൾ എഴുത്തച്ഛൻ ഇദ്ദേഹത്തിന്റെ രചനകളാണല്ലോ കടുകട്ടി സംസ്കൃത വാക്കുകളൊക്കെ എഴുതുന്നത്. ഒരുപാട് സംസ്കൃത വാക്കുകളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത പദങ്ങളാണ് ഇദ്ദേഹത്തിന്റെ രചനകളെല്ലാം. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം ജീവിച്ചിരുന്ന വർഷം പറഞ്ഞേ. അദ്ദേഹം ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടം ആയിരുന്നു. ഓക്കെ, അടുത്താണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ പറ്റി നിങ്ങൾ കുറച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? എന്താണ്? നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ ഓട്ടംതുള്ളൽ കണ്ടിട്ടില്ലേ? നമ്മുടെ ഉത്സവപ്പറമ്പിലുണ്ട്, ടിവിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓട്ടംതുള്ളൽ. എന്താണ്? വളരെ മനോഹരമായ പ്രസംഗിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ കിരീടമൊക്കെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് കണ്ടിട്ടില്ലേ ഓട്ടംതുള്ള കലാകാരന്മാരെ? എന്താണ്? നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറ്റുള്ളവരെ എന്താണ് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ കഥകളിയെ പോലെയല്ല. കഥകളി കുറെ കൂടെ ഒരു എന്താണ് കുറച്ചുകൂടെ ഉയർന്ന തട്ടിലുള്ള ഒരു കലാരൂപമാണ് കഥകളി. പക്ഷേ ഓട്ടംതുള്ളൽ എല്ലാ ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കലാരൂപമാണ് ഇത്. നമ്മളെ ഏതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ, തുള്ളൽ പ്രസ്ഥാനം, തുള്ളൽ. അപ്പോൾ ഇദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം നോക്കിയേ 18-ാം നൂറ്റാണ്ടാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രാചീന കവിത്രയത്തെ പറ്റി മനസ്സിലായോ? പ്രാചീന കവിത്രയത്തെ പറ്റി സംശയം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കൂടി വേണം പറയാൻ ശ്രദ്ധിച്ചേ. ചെറുശ്ശേരി നമ്പൂതിരിയാണ്. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്നയാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? കൃഷ്ണഗാഥ. പിന്നീട് ആരാണ്? എഴുത്തച്ഛൻ. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകൾ ഏതാണ്? അധ്യാത്മ രാമായണം. ഇദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? മലയാള ഭാഷയുടെ പിതാവ് അറിയപ്പെടുന്നതാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞേ കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഇല്ലേ? ഓക്കെ, അടുത്തത് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന വർഷം ഏതാണ്? 18-ാം നൂറ്റാണ്ട്. അദ്ദേഹം ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് പറയാമോ? മറന്നുപോയോ? കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളൽ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. തുള്ളൽ പ്രസ്ഥാനത്തിന് അദ്ദേഹം ജീവിച്ചിരുന്ന വർഷം 18-ാം നൂറ്റാണ്ട്. അപ്പോൾ നമ്മുടെ ചെറുശ്ശേരിയെ പറ്റി ഒന്നും കൂടി ഒന്ന് ഓർത്തേ. എന്താണ്? ഇങ്ങനെയുള്ള കവിതകളാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത. എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കവിതകൾ കൂടുതലും ഭക്തി, നല്ല ഭക്തിയും സ്നേഹവും സൗന്ദര്യവും നിലനിൽക്കുന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നീട് എന്താണ്? ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ
സ്വർഗാരോഹണം വരെയുള്ള ഭാഗമാണ് അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾക്ക് ഇപ്പോ പഠിക്കാനുള്ള വേണുഗാനം എന്ന് പറയുന്ന കാവ്യഭാഗം. അപ്പൊ നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ നമ്മളൊരു കാവ്യഭാഗത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചിരിക്കണം, ഓരോ വരികളും നന്നായിട്ട് വായിക്കണം, തെറ്റിപ്പോകരുത് കേട്ടോ. നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഓക്കെ, വേണുഗാനം. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ആ ഒരു ശ്രീകൃഷ്ണന്റെ ആ ഓടക്കുഴലിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു നാദം കേട്ടപ്പോൾ, ആ ഒരു പാട്ട് കേട്ടപ്പോൾ എന്താണ് ഈ നമ്മളെ കുയിലുകൾ എന്ത് ചെയ്തു? മൂകങ്ങളായി മിണ്ടാതെ നിന്നുപോയി. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. എവിടെ നിന്ന് വരുന്നത്? ആ ഒരു കോലക്കുഴലിനാണ്. കോലക്കുഴൽ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഓടക്കുഴൽ എന്നുള്ളതാണ് കോലക്കുഴൽ. കോലക്കുഴൽ എന്ന് പറയുന്നത് ഓടക്കുഴൽ. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഓടക്കുഴൽ. അപ്പൊ നമ്മുടെ
അത് നമുക്ക് ഇങ്ങനെ പിടിച്ചു ഊതാൻ പറ്റും, തിരിച്ച് പിടിച്ച് ഇങ്ങനെ പോവാം അല്ലേ. ആ ഒരു ബാലൻസ് വേണം. അത് നമുക്ക് ഓടക്കുഴൽ എല്ലാവർക്കും ഊതാൻ പറ്റില്ല. നമ്മളല്ലാതെ ഇങ്ങനെ വെച്ച് ഊതുന്നത് നമുക്കാണെങ്കിൽ ഊതുമ്പോൾ ആ ഒരു പാട്ട് കേൾക്കും. പക്ഷെ ഈ ഓടക്കുഴല് നമ്മുടെ നിശ്വാസവായു, നമ്മൾ ഈ ഊതുന്ന ആ നിശ്വാസവായു ആ ഓടക്കുഴലിനകത്ത് ആ ഹോളിനകത്തൂടെ കയറി വന്നിട്ട് ഈ പുറമെ കുറേ ഹോളുകളുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ വിരൽ പിടിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു സ്വരങ്ങളിൽ വരത്തുള്ളൂ. അല്ല നമ്മൾ വെറുതെ ഈ ഊതിക്കഴിഞ്ഞാൽ അതിനകത്ത് പാട്ട് കേൾക്കില്ല. നിങ്ങൾ ചിന്തിക്കണം, വെറും ഒരു എന്താണ് ഓടക്കുഴൽ എന്ന് പറയുന്ന സാധനം? വെറും ഒരു മുളം തണ്ടാണ്, മുളയുടെ കമ്പ്. ആ ഒരു മുളം കമ്പിനകത്ത് നിന്ന് മധുരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണൻ പാടുന്നത്. വെറും ഒരു മുളം തണ്ടാണ്, മുളയുടെ ഒരു കമ്പ്. ആ ഒരു കമ്പിനകത്ത് എന്താണോ ആദ്യം ഒരു വലിയ ഹോളുണ്ട്, പിന്നെ മൂന്നാല് ചെറിയ ഹോൾ ഇട്ടേക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു വാദ്യോപകരണം, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഈ വേണുഗാനം. ഈ ഒരു ഓലക്കുഴലിന്റെ ആ ഒരു പാട്ട്, ആ ഓടക്കുഴലിന്റെ പാട്ട്. ഓലക്കുഴൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഓലക്കുഴൽ എന്ന് പറയുന്നുണ്ട്, ഓടക്കുഴലുണ്ട്. ആ ഒരു പാട്ട് വരുന്നത് നമ്മുടെ എന്താണ് ഏറ്റവും നമ്മുടെ ലോകത്തിലെ തന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ നോക്കി ആ ഒരു ശ്രീകൃഷ്ണന്റെ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു ഓലക്കുഴൽ നാദം കേട്ടിട്ട് എന്ത് ചെയ്തു? നമ്മുടെ മനോഹരമായി സുന്ദരമായിട്ട് പാടിക്കൊണ്ടിരുന്ന കുയിലുകൾ ആ ഒരു അവരുടെ പാട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്തു? മൂകങ്ങളായിരുന്നു, മിണ്ടാതെ നിന്നുപോയി. മനസ്സിലായോ? വരി നോക്കിയേ. ഓലക്കുഴൽ കേട്ടു മൂകങ്ങളായി നിന്നു പോയി. കൃഷ്ണന്റെ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു വേണുഗാനം കേട്ട്, ആ ഒരു ഓടക്കുഴൽ നാദം കേട്ട്, ആ ഒരു ഓലക്കുഴൽ നാദം കേട്ടിട്ട് വളരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന നമ്മുടെ കോകിലജാലം കുയിലിന്റെ ആ ഒരു കുയിലുകൾ പാട്ട് നിർത്തിയിട്ട് മിണ്ടാതെ ഈ ഒരു പാട്ടിൽ ലയിച്ചു നിന്നു കേട്ടോ. മനസ്സിലാക്കാനുണ്ടോ? അടുത്ത നോക്കിക്കേ. മനോഹരമായ നോക്കിയ കോകില, കുയിൽ, ഓലക്കുഴൽ, ഓടക്കുഴൽ. പറഞ്ഞ പേര് ഏതാണ്? ചേടുറ്റ. മനോഹരമായ എന്താണ്? ചേടുറ്റ വേണുവിൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിന്മിതേ കേട്ട്. ചേടുറ്റ മനോഹരമായ, ചേടുറ്റ വെച്ച വേണ്ടുന്നൊക്കെ മനോഹരമായ ചേടുറ്റ വേണുവിൻ, വേണു ഓടക്കുഴൽ, ആ ഒരു മനോഹരമായ ഓടക്കുഴലിന്റെ തേനുറ്റ നാദത്തെ, തേനുറ്റി വീഴുന്ന പോലെ മനോഹരമായിട്ടുള്ള ഗാനത്തിന്റെ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഓടക്കുഴൽ ഗാനത്തിന്റെ വർണ്ണിച്ചേക്കുന്നുണ്ടോ? എന്നാൽ ചേടുറ്റ വേണുവിന്റെ മനോഹരമായ ആ ഒരു ഓടക്കുഴലിൽ നിന്നും വരുന്ന നാദത്തിനേക്കാൾ തേനുറ്റി വരുന്ന നാദത്തിനോട്, തേൻ വെച്ചാൽ രുചിയായിട്ടുള്ള സാധനം തേനല്ലേ, അത്രയും തേനുറ്റി വരുന്ന ഒരു നാദത്തെ എന്താണ് താനുറ്റ നാദത്തിന്മേൽ. താനുറ്റ നാദം എന്ന് വെച്ചാൽ നമ്മുടെ കുയിലുകളുടെ നാദത്തിന് പറയുകയാണ് താനുറ്റ നാദം. അപ്പോഴെന്താണ് ചെയ്യും? കുയിലുകൾ എങ്ങനെയാണ് നിന്നത്? കോകിലജാലങ്ങൾ എങ്ങനെയാണ് നിന്നത്? ചേടുറ്റ വേണുവിൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിന്മിതേ കേട്ട്. അപ്പോൾ അവര് പാടിക്കൊണ്ടിരുന്ന ആ കോകിലജാലങ്ങൾ പാടിക്കൊണ്ടിരുന്ന മനോഹരമായ പാട്ട് എന്ത് ചെയ്തു? ഈ ഓടക്കുഴലിൽ നിന്ന് വന്ന ആ ഒരു വേണുഗാനത്തിനെ, എങ്ങനെയുള്ള വേണുഗാനത്തിനെ? തേനുറ്റ പോലുള്ള, തേനുറ്റ വരുന്ന വേണുഗാനത്തിന്റെ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വേണുഗാനത്തിനെ തങ്ങളുടെ കേട്ടിട്ട് തങ്ങളുടെ പാട്ട് നിർത്തിയിട്ട് അതിന്റെ മേളിൽ നിന്നിട്ട് ഇവർ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അവരുടെ പാട്ട് നിർത്തിയിട്ട്, ആരുടെ പാട്ട്? ഈ കോകിലജാലങ്ങളുടെ, ഈ കുയിലുകളുടെ പാട്ട് നിർത്തിയിട്ട്
ഈ വേണുവിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ഓടക്കുഴലിനകത്ത് നിന്ന് വരുന്ന ആ തേനിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു പാട്ട് ശ്രദ്ധിച്ച് ആര് നിൽക്കുന്നു? കോകിലജാലകൾ നിൽക്കുന്നു. വേടാതെ താൻ മണിച്ചു നിന്നിട്ടു ചാലേ പാടിപ്പാനായി എന്ന പോലെ. എന്നിട്ട് അവരെന്തോ ചെയ്തത്? ആ ഈ ഒരു അവരുടെ മനോഹരമായ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാട്ടാണ് കുയിലിന്റെ പാട്ടെന്നാണ് കുയിലിന്റെ സങ്കല്പം അല്ലേ അന്ന്. അപ്പോൾ ആ കുയിലിന്റെ സങ്കല്പം, കുയിൽ ഇങ്ങനെ നിന്ന് കുയിൽ എന്ത് കേൾക്കുന്നു? അതിനേക്കാൾ മനോഹരമായ തേനൂറുന്ന ശബ്ദത്തിൽ ആരുടെ പാട്ട് കേൾക്കുകയാണ്? നമ്മുടെ കൃഷ്ണന്റെ ഓടക്കുഴലിനകത്തുനിന്ന് വരുന്ന ആ ഒരു പാട്ട് കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? അവര് ഈ ഒരു പാട്ട് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? വേടാതെ താൻ മാനിച്ചു നിന്നിട്ടു ചാലേ പാടിപ്പാനായി എന്ന പോലെ. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വേലപ്പെടാതെ എന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ, വേലപ്പെടാതെ വിഷമിക്കാതെ. അപ്പോഴത്താണ് ഈ ഒരു പാട്ട് കേട്ടിട്ട് അയ്യോ എന്തുകൊണ്ട് പൊതുവെ വിഷമമാണോ എന്ന് അസൂയ തോന്നത്തില്ലേ? എന്നേക്കാൾ നന്നായിട്ട് പാടുന്ന വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് കുയിലിന് അസൂയ തോന്നത്തില്ലേ? അപ്പോഴെന്താണ്? വിഷമിച്ചു പോയി. അത്രയും മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് ഈ മനോഹരിയായിട്ട് പാടിക്കൊണ്ടിരുന്ന കുയിലിന് വിഷമിക്കാതെ, വിഷമിച്ച് പൊതുവെ ഉണ്ടാകുന്ന ഒരു സങ്കടമാണ്, സങ്കടം ഒരു അസൂയൊക്കെ ഉണ്ടാവും. എന്നിട്ട് എന്താണ്? ഇത് വിഷമിക്കാതെ എന്താണ്? വേലപ്പെടാതെ താൻ മാനിച്ചു നിന്നിട്ട്, ബഹുമാനപൂർവ്വം മാനിച്ചു നിന്നിട്ട് എന്ത് ചെയ്തു? ചാലെ പഠിപ്പാന എന്ന പോലെ, ഈ ഒരു പാട്ട് കേട്ട് പഠിക്കാൻ എന്ന പോലെ ആര് നിന്നു? കുയിലുകൾ നിന്നു. ആ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവര് നിന്നു. അത്രയും മനോഹരമായിട്ടുള്ള പാട്ട്. എന്താണ്? ഏറ്റവും നന്നായിട്ട് പാടുന്ന കുയില് കേൾക്കുന്ന അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ആരുടെ പാട്ട്? നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ കേട്ട് ആ ഒരു പാട്ട് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? അവര് വിഷമിക്കാതെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. എന്താണ്? ആ ചാലെ എന്ന് വെച്ചാൽ മനോഹരമായിട്ട്, ചാലെ മനോഹരം, ചാലെ മനോഹരം. ആ ചാല പഠിക്കുന്നത് മനോഹരമായിട്ട് ഇതുപോലെ പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്തയില് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. ആര്? കോകിലജാലകൾ. കോകിലം എന്ന് പറയുന്ന ആരെയാണ്? കുയില്. കോകിലം, കുയില്. മറന്നു പോകരുത്. കോകിലം, കുയില് എന്നുള്ളത് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഇങ്ങനെ പതിച്ച് വെച്ചേക്കണം കേട്ടോ. കോകിലം, കുയില്. വേറൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേണം ഇപ്പോഴേ പറഞ്ഞത്. കോകിലം, കുയില് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോകരുത് കേട്ടോ. അപ്പോഴെന്താണ്? കുയിലപ്പോഴെന്ത് ചെയ്തു? ആ ഒരു വേണുനഗാരം കേട്ടപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു തേനിറ്റ നാദം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? വേലപ്പെടാതെ താൻ മാനിച്ചു നിന്നിട്ടു ചാലേ പാടിപ്പാനായി എന്ന പോലെ. അത് കേട്ട് പഠിക്കാൻ, അതിനേക്കാൾ മനോഹരമായിട്ട് പാടാൻ കഴിയുമോ എന്ന് കേട്ട് പഠിക്കാൻ എന്ന പോലെ ആര് നിന്നു? കോകിലജാലകൾ നിന്നു. നീരകളം വേഗത്തിൽ ചെന്നിട്ടു കുഴഞ്ഞോരു കണ്ഠവുമായി. എന്താണ് കേകി നിരകൾ എന്ന് വെച്ചാൽ? എന്താണ് കേകി? കേകി എന്ന് പറയുന്നത് നമ്മുടെ മയിലിനെയാണ്. കേകി എന്ന് പറയുന്നത് മയിലിനെ. കേകി മയിൽ. കേകി നീരകളം വേഗത്തിൽ ചെന്നിട്ടു കുഴഞ്ഞോരു കണ്ഠവുമായി. അപ്പോഴെന്താണ്? ഈ ഒരു മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട് നമ്മുടെ കുയിൽ എന്ത് ചെയ്തു? കോകിലം അവരുടെ പാട്ട് നിർത്തിയിട്ട് അതിന് മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓടക്കുഴൽ പാട്ട് കേട്ട് പഠിക്കാൻ എന്ന പോലെ ശ്രദ്ധിച്ചു നിന്നു. മനസ്സിലായില്ലേ? ആ ഒരു ഓടക്കുഴൽ കേട്ട് അവർക്ക് പഠിക്കാൻ എന്ന പോലെ അത്രയും തേനിക്ക് വരുന്ന ആ മനോഹരമായിട്ടുള്ള പാട്ട് കേട്ട് അവർക്ക് പഠിക്കാനാകുമോ എന്ന രീതിയിൽ ശ്രദ്ധിച്ചു നിന്ന് കേട്ടു. അത് കഴിഞ്ഞ ഉടനെ ആരുടെ കാര്യമാണ് പറയുന്നത്? കേകി. കേകി ആരാണ്? മയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കോകില മനസ്സിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേകി. രണ്ടും കൂടി മാറിപ്പോകരുത്, തെറ്റിപ്പോകരുത്. ഓക്കെ.
ഒരിക്കലും കൂടി നിങ്ങൾക്ക് മാറിപ്പോകരുത്, തെറ്റിപ്പോകരുത് കേട്ടോ. രണ്ടും കൂടി ഒരിക്കലും തെറ്റിപ്പോകരുത്. അപ്പോൾ കോകിലവും കേകിയും തമ്മിൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അർത്ഥ വ്യത്യാസം വരുമ്പോഴത്തേന് തെറ്റായിട്ട് പോകരുത്. എന്താണ് കോകിലം എന്ന് പറയുന്നത്? കുയിലാണ്. കേകി എന്ന് പറയുന്നത് മയിലിനെയാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം, ഒരിക്കലും തെറ്റിപ്പോകരുത്. നോക്കിയേ, അപ്പോഴെന്ത് ചെയ്തു? കേകി നിരകൾ എന്ത് ചെയ്തു? നമ്മുടെ മയിലുകളുടെ ആ ഒരു കൂട്ടങ്ങൾ എന്ത് ചെയ്തു? കേകി നീരകളും വേഗത്തിൽ ചെന്നിട്ടു കൂകി കൂഴഞ്ഞൊരു കണ്ഠവുമായി. കണ്ഠം എന്താണ്? കണ്ഠം കഴുത്ത് അല്ലേ? നമ്മുടെ മയിലിന്റെ കഴുത്ത് കണ്ടിട്ടുണ്ടോ? മയിലിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? മയില് പാടുമോ? മയില് പാടുമോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മയിൽ എന്താണ്? വേറൊരു ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. വേറൊരു ശബ്ദമാണ് മയിൽ ഉണ്ടാക്കുന്നത്. എപ്പോഴും മയിലുകൾക്ക് നമ്മുടെ നാഷണൽ ബേർഡ് തന്നെ മയിലിലൂടെ. എന്ത് മനോഹരമാണ് മയിലിനെ കാണാൻ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് മനോഹരം. നമ്മളുടെ പെൺമയിലിനാണോ സൗന്ദര്യം, ആൺമയിലിനാണോ സൗന്ദര്യം? ആൺമയിലിനാണ്. എല്ലാ പക്ഷി മൃഗാദികളുടെ കാര്യത്തിലെല്ലാം എന്താണ്? സ്ത്രീ വർഗത്തിനേക്കാൾ സൗന്ദര്യം കൂടിയതാണ് പുരുഷവർഗങ്ങൾ ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ മയിലിന്റെ കാര്യം തന്നെ പറഞ്ഞു. എന്താണ്? പെൺമയിലുകൾക്കാണെങ്കിൽ വലിയ ചെറുക്കളും കാര്യങ്ങളും ഒന്നുമില്ല, കണ്ട വലിയ സുഖമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആൺമയിലാണെങ്കിലോ, ആൺമയിലൊന്ന് പീലി അങ്ങ് വിടർത്തി നിന്നിട്ട് എന്ത് സൗന്ദര്യമാണോ, എന്ത് ഭംഗിയാ ഒരു മയിലിന്റെ പീലി വിടർത്തുന്ന കാണാൻ. എപ്പോഴാ മയില് പീലി വിടർത്തുന്നത്? കാർമേഘം വരുമ്പോ, മഴക്കാർ വരുന്ന സമയത്താണ് മയിൽ പീലി വിടർത്തുന്നത്. കാരണം ആ പീലിയുടെ ഒക്കെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ആ ഒരു പീലിയുടെ കണ്ണുകൾ കണ്ടിട്ട് എന്തെല്ലാം കളറിലാണ് പോയേക്കുന്നത്. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയുടെ ഒരു മനോഹാരിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു മയിൽ പീലി എടുത്ത് അതിന്റെ ഒരു സൗന്ദര്യം നോക്കണോടോ. എന്തെല്ലാം കളറിൽ എന്ത് ഭംഗിയായിട്ട് ആ ഈശ്വരന്റെ സൃഷ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എപ്പോ മയിൽപ്പീലി കണ്ടാലും എടുത്ത് നോക്കണം. ആ മയിൽപ്പീലിക്കകത്ത് ഏതെല്ലാം കളറുകളുണ്ട്, എന്ത് മനോഹരമായിട്ട് ആ കളർ. നമ്മുടെ അത് മയിൽ വിചാരിച്ചിട്ടല്ലല്ലോ അങ്ങനെ ആയത്. അപ്പോൾ നമ്മുടെ ഈശ്വരന്റെ ഒരു സൃഷ്ടിയാണ് മയിലെന്ന് പറയുന്നത്. ആ ഒരു സൗന്ദര്യം വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. ഒരു മയിൽപ്പീലി എടുത്ത് നോക്കിയാൽ തന്നെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് മൃഗങ്ങളിൽ പ്രത്യേകിച്ച് പറയും സിംഹം. സിംഹം കണ്ടിട്ടില്ലേ? ഈ എന്തോ പുരുഷ സിംഹം ഉണ്ടല്ലോ, സിംഹം, ആൺസിംഹം. ആൺസിംഹം ഈ സടയും മുടിയും എല്ലാം കൂടെ ആയിട്ട് എന്ത് സൗന്ദര്യം കാണാൻ. അതേസമയം പെൺസിംഹം ആണെങ്കിലോ ഒരു ഭംഗിയില്ല കാണാൻ. കണ്ടിട്ടില്ലേ? നമ്മളെ നാഷണൽ ജോഗ്രഫി ചാനലിനകത്തൊക്കെ എപ്പോഴും കാണാം സിംഹത്തിനെയൊക്കെ. ശ്രദ്ധിക്കണം. അപ്പോഴത്തേനാണ് നമ്മളുടെ ഈ മയിലിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാര്യത്തിൽ നമ്മൾ വിട്ടുപോയി പഠിക്കാൻ നമുക്ക് ബാക്കി കേട്ടോ. നോക്കിയേ, അപ്പോഴും മയിലുകൾ എന്താണ്? ആ മയിലുകള് ഇങ്ങനെ പറന്ന് നടക്കുന്ന ശബ്ദത്തിൽ അവർ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. മയിലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. എപ്പോഴും മയിലിങ്ങനെ സൗണ്ട് കേൾപ്പിക്കും, ഉറക്ക സൗണ്ട് കേൾപ്പിക്കുന്നതാണ്. അപ്പോഴെന്താണ്? മയിലുകൾ എന്ത് ചെയ്തു? വേഗത്തിൽ ചെന്നിട്ടു കൂകി കൂഴഞ്ഞോരോ കണ്ഠവുമായി. അപ്പോഴാ മയിലുകൾ എന്ത് ചെയ്തു? ആ കൂകിക്കുഴഞ്ഞ അവരെപ്പോഴും ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ആ ഒരു കഴുത്തുമായിട്ട് ആ ഒരു കണ്ഠവുമായിട്ട് ഇവർ എന്ത് ചെയ്തു? പെട്ടെന്ന് എന്ത് ചെയ്തു? വേഗത്തിൽ വന്നു. ഈ ഒരു മനോഹരമായ ഗാനം എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആരോടി വന്നു? നമ്മുടെ മയിലുകൾ ഓടി വന്നു. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചത് ശ്രദ്ധിച്ചേ. പോലെ കൂഴൽ കേട്ടു മുഖങ്ങളായെന്നു നിന്നു പോയി ചേണൊറ്റാവേണുവിൻ തേനൊറ്റാനാദത്തെ താനൊറ്റാനാദത്തിന്മിതേ കേട്ട് വിലപ്പെടാതെ താൻ മാനിച്ചു നിന്നിട്ടു ചാലേ പാടിപ്പാനായെന്ന പോലെ നീരകളും വേഗത്തിൽ ചെന്നിട്ടു കുഴഞ്ഞോരു കണ്ഠവുമായി. അപ്പൊ നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചത്? നമ്മുടെ ശ്രീകൃഷ്ണന്റെ പാട്ട് കേട്ടിട്ട് നമ്മുടെ കുയിലിനും പിന്നെ മയിലുകൾക്കും ഉണ്ടായ ഒരു ഭാവ വ്യത്യാസവും കാര്യങ്ങളും നമ്മൾ ഇത്രയും പഠിച്ചത്.
ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അതുവരെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഓർക്കണം, അർത്ഥങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. കോകില, കോകില എപ്പോഴും കുയിലാണ്, മാറിപ്പോയത് കേകിയാണ്, മയിൽ. ഇതിനാണ് തമ്മിൽ തെറ്റിപ്പോകരുത്. പിന്നെ അത് നോക്കിയ കോകിലം കുയില്, ഓലക്കുഴൽ ഓടക്കുഴൽ, ചേണിക്ക മനോഹരമായ, വേണു ഓടക്കുഴൽ, വേലപ്പെടാതെ വിശ്രമിക്കാതെ, ചാരി മനോഹരം, കേകി മയിൽ. നോട്ട്സ് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം, നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓരോ ദിവസത്തെ പോർഷൻസ് അന്ന് തന്നെ പഠിച്ചു തീർന്ന് പോകണം മുന്നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.